നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് രാജ്യം. ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗം ഓർമ്മിപ്പിച്ച് പ്രധാനമന്ത്രിയുടെ സന്ദേശം. 2047ഓടെ വികസിത ഭാരതം എന്ന സ്വപ്നത്തിലേക്ക് യാത്രയെന്നും രാഷ്ട്ര നിർമ്മാണത്തിൽ യുവശക്തിയുടെ പങ്ക് നിർണായകമെന്നും പ്രധാനമന്ത്രി. വിപുലമായി ആഘോഷിച്ച് പ്രവാസികൾ. UAEയുടെ എണ്ണക്കപ്പലിന് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണം. അഡ്നോക് കപ്പൽ ഹോർമൂസ് കടലിടുക്കിൽ ആക്രമിക്കപ്പെടുന്നത് തുടർച്ചയായ 2ാം ദിനം. ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് കമ്പനി. അപലപിച്ച് UAE. മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടം കൂടുതൽ ശക്തമാക്കാൻ GCC രാജ്യങ്ങൾ. മയക്കുമരുന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ മാർഗനിർദ്ദേശം പുറത്തിറക്കി. പാസ്പോർട്ട് അപേക്ഷകളിൽ തീരുമാനമെടുക്കുന്നതിലെ കാലതാമസം പൂർണ്ണമായി പരിഹരിച്ചെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. അപ്പോയിന്റ്മെന്റ് ലഭിക്കാനുള്ള കാലതാമസം ഉടൻ പരിഹരിക്കുമെന്ന് കോൺസുൽ ജനറൽ ഡോക്ടർ MRD വിഷ്ണുവർദ്ധൻ റെഡ്ഡി. പൊതുജനങ്ങളുടെ ആരോഗ്യം ഉറപ്പാക്കാൻ അബുദാബി. നഗരത്തിലെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളിലും ആരോഗ്യകരമായ ഭക്ഷണ വിഭവങ്ങൾ നിർബന്ധമാക്കും. ഉത്തരവ് പുറത്തിറക്കിയത് അബുദാബി സാംസ്കാരിക വിനോദസഞ്ചാര വകുപ്പ്. സ്വാതന്ത്ര്യദിനാഘോഷ നിറവിലാണ് രാജ്യം. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. ചെങ്കോട്ടയിൽ ചരിത്രത്തിൽ ആദ്യമായി വന്ദേ മാതരം മുഴങ്ങി. രാജ്യം പ്രതീക്ഷയോടെ പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണെന്നും രാഷ്ട്ര നിർമ്മാണത്തിൽ യുവശക്തിയുടെ പങ്ക് നിർണായകമാണെന്നും പ്രധാനമന്ത്രി. 2047ഓടെ വികസിത രാജ്യമെന്ന സ്വപ്നത്തിലേക്കാണ് ഇന്ത്യയുടെ യാത്ര. പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ സ്വയം പര്യാപ്തത കൈവരിക്കാനായെന്നും ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. സ്വാതന്ത്ര്യദിനത്തിൽ രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിലെത്തിയത്. പ്രതിരോധ മന്ത്രിയും സേനാ മേധാവിമാരും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. ഗാർഡ് ഓഫ് ഓണറിന് ശേഷം ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തി. പരമ്പരാഗത ചടങ്ങുകളുടെ ഭാഗമായി 21 ഗൺ സല്യൂട്ടുകൾ മുഴങ്ങി. വ്യോമസേന ഹെലികോപ്റ്ററുകൾ പുഷ്പവൃഷ്ടി നടത്തി. ചരിത്രത്തിലാദ്യമായി ചെങ്കോട്ടയിലെ ചടങ്ങിൽ ഇത്തവണ വന്ദേമാതരം ആലപിച്ചു. തുടർന്ന് രാജ്യം കൈവരിച്ച നേട്ടങ്ങളും ലക്ഷ്യങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തു. ആത്മനിർഭർ ഭാരത് എല്ലാ അർത്ഥത്തിലും യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് രാജ്യം പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണ്. യുവശക്തിയാണ് രാജ്യത്തിന്റെ കരുത്ത്. 2047ഓടെ വികസിത രാജ്യമെന്ന സ്വപ്നം കൈവരിക്കണമെന്നും അതിനായി രാജ്യം ഒറ്റക്കെട്ടായി മുന്നേറണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ. കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ജനങ്ങൾക്ക് താമസം, കുടിവെള്ളം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കാനും സർക്കാരിന് സാധിച്ചു. ഭരണഘടനയാണ് സർക്കാരിന് വഴികാട്ടുന്നത്. സ്വതന്ത്ര ലബ്ധിക്ക് ശേഷം ആദ്യമായാണ് രാജ്യം ഇത്തരത്തിൽ സമഗ്ര മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. भारत का वाइब्रेंट लोकतंत्र है, भारत का मजबूत न्यायतंत्र है और हम सबको दिशा देने वाला भारत का संविधान है। और अब दुनिया
हमारे इन सामर्थ्य को पहचानने लगी है और इसलिए 2014 के बाद दुनिया करीब 40 देशों के साथ हमारा FTA एग्रीमेंट हो रहा है। अब देखिए कितना बड़ा अवसर आया है, लेकिन ये जो ट्रेड एग्रीमेंट्स हुए हैं ये एक बहुत बड़ा अवसर है और इसलिए खास करके मैं मेरे MSMEs को कहना चाहूंगा कि हमें इस मौके को छोड़ना नहीं है। दुनिया में हमें पहुंचना है। भारत के उत्पाद की हर चीज विश्व के बाजार में पहुंचे। കൃഷി മുതൽ അത്യാധുനിക സാങ്കേതിക വിദ്യ വരെ 7 മേഖലകൾ കേന്ദ്രീകരിച്ച് വികസനം ഉറപ്പാക്കും. അടുത്ത ഒരു വർഷം 1 കോടി യുവാക്കൾക്ക് AI പരിശീലനം നൽകും. മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കേണ്ട സാഹചര്യമില്ലാതെ ഇന്ത്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കുകയാണ്. നമ്മുടെ കഴിവിൽ വിശ്വസിക്കണമെന്നും വലിയ സ്വപ്നങ്ങൾ കാണണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. വന്ദേ മാതരത്തിന്റെ 150 വർഷത്തെ പാരമ്പര്യം യുവശക്തി ഫോർ വികസിത് ഭാരത് 2047 എന്ന ആശയത്തിലായിരുന്നു ഇത്തവണ സ്വാതന്ത്ര്യദിനാഘോഷം. ചെങ്കോട്ടയിൽ നടന്ന ചടങ്ങുകളിൽ 5000-ലധികം ക്ഷണിക്കപ്പെട്ട അതിഥികൾ പങ്കെടുത്തു. ഔദ്യോഗിക ക്ഷണമുണ്ടായിട്ടും ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും വിട്ടുനിന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സ്വാതന്ത്ര്യദിനം വിപുലമായ ചടങ്ങുകളോടെ ആഘോഷിച്ച സംസ്ഥാനവും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ദേശീയ പതാക ഉയർത്തി. ചടങ്ങിൽ വന്ദേമാതരം ആലപിച്ചില്ല. പ്രളയത്തെ അതിജീവിക്കാൻ സംസ്ഥാനത്ത് ശാസ്ത്രീയ സംവിധാനം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ ഗാനത്തിന്റെ അകമ്പടിയോടെയാണ് മുഖ്യമന്ത്രി VD സതീശൻ ദേശീയ പതാക ഉയർത്തിയത്. ഇതേസമയം വ്യോമസേന ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തി. പ്രോട്ടോകോൾ തീരുമാനം പോലെ വന്ദേ മാതരത്തിന്റെ ആലാപനം ചടങ്ങിൽ ഉണ്ടായില്ല. തുടർന്ന് മുഖ്യമന്ത്രി പരേഡ് പരിശോധിച്ചതിനു ശേഷം വിവിധ സേനാ വിഭാഗങ്ങൾ, അശ്വാരൂഢ സേന, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ എന്നിവരുടെ അഭിവാദ്യം സ്വീകരിച്ചു. യദു ഗോവിന്ദ് നയിക്കുന്നു. ലീഡിംഗ് കാഡറ്റ് നിവേദ്യ ആർ സുനിൽ നയിക്കുന്ന NCC സീനിയർ ഡിവിഷൻ നേവൽ യൂണിറ്റാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് പ്രളയത്തിൽ ജീവൻ നഷ്ടമായവർക്ക് ആദരം അർപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രസംഗം ആരംഭിച്ചത്. പ്രളയത്തെ അതിജീവിക്കാൻ ശാസ്ത്രീയ സംവിധാനം കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു ദുരന്ത മുഖത്ത് നിന്നാണ് നമ്മൾ അതിനെ അതിജീവിച്ച് കടന്നു വന്നത്. നിരവധി സഹോദരങ്ങളുടെ ജീവൻ നഷ്ടമായി. അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. നഷ്ടങ്ങൾക്ക് പകരമാകാൻ ഒന്നിനും സാധിക്കില്ല. സർക്കാർ ആ കുടുംബങ്ങളെ ചേർത്ത് നിർത്തും. എപ്പോഴും എന്ന പോലെ ഒറ്റക്കെട്ടായി നമ്മൾ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കും. പ്രളയ ദുരന്തങ്ങൾ നേരിടാൻ ശാസ്ത്രീയമായ സംവിധാനമാണ് സർക്കാർ ആവിഷ്കരിക്കുന്നത്. എല്ലാവരുടെയും പിന്തുണയോടെ നമ്മളത് നടപ്പാക്കും. ക്ഷേമ പ്രവർത്തനങ്ങൾ ഔദാര്യമല്ല, അവകാശമാണ്. പുതുതലമുറയ്ക്ക് സ്വന്തം കാലിൽ അഭിമാനത്തോടെ നിൽക്കാൻ കഴിയണം. ലഹരി എന്ന വിപത്തിനെ പടിയിറക്കണമെന്നും ഇവ സർക്കാരിന്റെ മുൻഗണന പട്ടികയിലുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ പ്രധാന നേതാവിന് പോലും വിവേചനം നേരിടേണ്ടി വന്നതായി ഖാർഗെയുടെ പേര് പരാമർശിക്കാതെ മുഖ്യമന്ത്രി പറഞ്ഞു. യുവത രാഷ്ട്രീയ ബോധ്യം ഇല്ലാത്തവരല്ലെന്നും തിരുത്തൽ ശക്തിയാകാൻ അവർക്ക് കഴിയുമെന്നും അതാണ് സമീപകാല സംഭവങ്ങൾ തെളിയിച്ചതെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പ്രശസ്ത സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ, ഫയർ സർവീസ് മെഡലുകൾ, കറക്ഷണൽ സർവീസ് മെഡലുകൾ, ജീവൻ രക്ഷാ പതക്കങ്ങൾ എന്നിവ മുഖ്യമന്ത്രി വിതരണം ചെയ്തു. തുടർന്ന് NCC അശ്വാരൂഢ സേനയുടെ അഭ്യാസ പ്രകടനവും വിദ്യാർത്ഥികളുടെ ദേശഭക്തി ഗാനാലാപനവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. Corporal Anvia on Prithvi, Cadet Nivedita on Aman. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് UAE-യിലെ പ്രവാസ ലോകം വിപുലമായ ചടങ്ങുകളോടെയാണ് അബുദാബി ഇന്ത്യൻ എംബസിയിലെയും ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലെയും ആഘോഷ പരിപാടികൾ നടന്നത്. നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലാണ് ഇത്തവണ സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങുകൾ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്നത്. അബുദാബി ഇന്ത്യൻ എംബസിയിലും GCC-യിലെ മറ്റ് വിവിധ ഇന്ത്യൻ എംബസികളിലും വർണ്ണാഭമായ ആഘോഷ പരിപാടികളും അരങ്ങേറി. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ നിരവധി പേരാണ് രാവിലെ മുതൽ എംബസിയിലേക്കും കോൺസുലേറ്റിലേക്കും എത്തിച്ചേർന്നത്. അബുദാബിയിൽ ഇന്ത്യൻ അംബാസിഡർ ദീപക് മിത്തലും ദുബായിൽ കോൺസുൽ ജനറൽ ഡോക്ടർ MRD വിഷ്ണുവർദ്ധൻ റെഡ്ഡിയും പതാക ഉയർത്തി.
തുടർന്ന് ഇരുവരും ഇന്ത്യൻ രാഷ്ട്രപതിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം വായിച്ചു. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിനായി എല്ലാ ഇന്ത്യക്കാരുടെയും പിന്തുണ അനിവാര്യമാണെന്ന് വിഷ്ണുവർദ്ധൻ റെഡ്ഡി പറഞ്ഞു. We are in Amrit Kal and it is important for all of us, whether we live in India or abroad, to contribute to that goal and see that all our efforts are directed to the Viksit Bharat objectives. വിവിധ സംഘടനാ പ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക വാണിജ്യ രംഗത്തെ പ്രമുഖരും സാധാരണക്കാരും തൊഴിലാളികളും ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. 15th ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും ഇന്ത്യൻസ് ആയിട്ട് എപ്പോഴും ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. നമ്മുടെ സ്വാതന്ത്ര്യദിനം നാട്ടിൽ നിന്ന് മാറി ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വല്ലാത്തൊരു ദേശസ്നേഹവും ഒരു സ്പിരിറ്റും തന്നെയാണ്. ഒരുപക്ഷെ ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുത്ത ഒരു സെലിബ്രേഷനാണ് ഇവിടെ ഇന്ത്യൻ കൗൺസിലേറ്റ് വെച്ച് നടന്നത്. രാഷ്ട്രപതിയുടെ സന്ദേശം വായിച്ചതിന് പിന്നാലെ ദുബായിൽ ലളിതമായ കലാപരിപാടികളും അരങ്ങേറി. ക്യാമറമാൻ ജെറിൻ ജേക്കബിനൊപ്പം വിപിൻ ദാസ് CP, അമൃത ന്യൂസ്, ദുബായ്. കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയിലും ഭാരതത്തിന്റെ 80ാമത് സ്വാതന്ത്ര്യദിനം പ്രൗഢഗംഭീരമായി ആഘോഷിച്ചു. ചുട്ടുപൊള്ളുന്ന ചൂടിനെയും ഈർപ്പത്തെയും ഒക്കെ അവഗണിച്ചാണ് സ്വദേശികളടക്കം ആയിരങ്ങൾ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ എംബസി അങ്കണത്തിൽ എത്തിയത്. രാവിലെ 7 മണിക്ക് എംബസി അങ്കണത്തിൽ അംബാസിഡർ പരിമിത ത്രിപാഠി സ്വാതന്ത്ര്യ സമര സേനാനികൾക്കായുള്ള സ്മാരക ശിലാഫലകത്തിലും രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയിലും പുഷ്പാർച്ചന നടത്തിയതോടുകൂടി ആഘോഷങ്ങൾക്ക് തുടക്കമായി. തുടർന്ന് വന്ദേമാതരം ആലാപനത്തിന് ശേഷം സ്ഥാനപതി ദേശീയ പതാക ഉയർത്തി. ദേശീയഗാന ആലാപനത്തിന് ശേഷം വികസിത് ഭാരത് 2047 എന്ന ലക്ഷ്യത്തിന് കീഴിൽ ഭാരതം കൈവരിച്ച നേട്ടങ്ങളും സമഗ്ര വികസനത്തിലേക്കുള്ള തുടർച്ചയായ പ്രയാണവും ഉൾപ്പെടുന്ന രാഷ്ട്രപതി സന്ദേശം അംബാസിഡർ വായിച്ചു. പരസ്പര ബഹുമാനവും സദ്ഭാവനയും ശക്തമായ ജനങ്ങൾ തമ്മിലുള്ള ബന്ധവും അടിവരയിടുന്ന ഇന്ത്യ കുവൈറ്റ് സൗഹൃദത്തെക്കുറിച്ച് സ്ഥാനപതി തൻ്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രവാസി സമൂഹത്തിൻ്റെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി മൈ ഇന്ത്യ മൈ സ്റ്റോറി ക്രിയേറ്റീവ് ക്യാമ്പയിൻ, ഇന്ത്യ ത്രൂ മൈ ലെൻസ് ഫോട്ടോഗ്രാഫി മത്സരം, പെയിൻറ് യുവർ വിഷൻ ഓഫ് വികസിത് ഭാരത് 2047 പെയിൻറ്റിംഗ് മത്സരം എന്നിവ എംബസി സംഘടിപ്പിച്ചിരുന്നു. കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹത്തിൽ നിന്ന് വലിയ പ്രതികരണമാണ് ഈ മത്സരങ്ങൾക്ക് ലഭിച്ചത്. 3 മത്സരങ്ങളിലെയും വിജയികൾക്ക് അംബാസിഡർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തെങ്കിലും മലയാളികളുടെ സാന്നിധ്യം ഇത്തവണ വളരെ കുറവായിരുന്നു. ഇന്നത്തെ ഈ പ്രതികൂല കാലാവസ്ഥയിലും രാജ്യസ്നേഹം തുളുമ്പുന്ന നിരവധി പേർ ഇവിടെ പങ്കെടുക്കുകയും ഈ ഒരു പരിപാടി വൻ വിജയമാക്കുകയും ചെയ്തു. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. രാജ്യം ഭാരതം 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇത്രയും ഇന്ത്യക്കാരെ ഇങ്ങനെ ഒന്നിച്ച് കാണാൻ കഴിയുന്നത് വളരെ ഒരു ആവേശവും സന്തോഷവും നൽകുന്ന കാര്യമാണ്. പക്ഷേ ഒരു ദുഃഖകരമായ കാര്യം, ഈ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഒത്തുകൂടുന്ന ഈ ഇന്ത്യൻ എംബസിയുടെ ഈ സ്വാതന്ത്ര്യ ആഘോഷ വേദിയിൽ വളരെ കുറച്ച് മലയാളികളെ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ദുഃഖകരമായ സത്യമായിട്ട് അവശേഷിക്കുകയാണ്. അത് വളരെ വേദനയോടെ ഞാൻ പങ്കുവെക്കുകയാണ് ആ ഒരു വിവരം. മനോഹരമായിട്ട് ഈ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ഇന്ത്യൻ സമൂഹത്തിനും ഇന്ത്യൻ എംബസിക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ നേരുന്നു. ഈ സുദിനത്തിൽ ഇന്ത്യൻ എംബസിയുടെ അങ്കണത്തിൽ നിന്നും അനിൽ കെ നമ്പ്യാർ, അമൃത ന്യൂസ്, കുവൈറ്റ്. സ്വാതന്ത്ര്യദിനത്തിൽ കോൺഗ്രസ് ആസ്ഥാനത്ത് നാടകീയ രംഗങ്ങൾ. ദേശീയപതാക ഉയർത്തുന്ന ചടങ്ങിൽ പാർട്ടി നിലപാടിന് വിരുദ്ധമായി വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖർഗെയും സോണിയാഗാന്ധിയും ഇടപെടാൻ ശ്രമിച്ചെങ്കിലും വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ച ശേഷമാണ് പതാക ഉയർത്തിയത്. കോൺഗ്രസ് പ്രവർത്തകർ അല്ല വന്ദേമാതരം പാടിയതെന്നും വന്ദേമാതരത്തെ തടസ്സപ്പെടുത്താൻ ആരും ശ്രമിച്ചില്ലെന്നുമാണ് നേതാക്കൾ നൽകിയ വിശദീകരണം. സ്വാതന്ത്ര്യദിനത്തിൽ ഡൽഹിയിൽ കോൺഗ്രസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് പാർട്ടി നിലപാടിന് വിരുദ്ധമായി വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചത്. വന്ദേമാതരം പാടുന്നതിനിടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും സോണിയാഗാന്ധിയും ഇടപെടാൻ ശ്രമിച്ചെങ്കിലും വന്ദേമാതരം പാടിക്കഴിഞ്ഞ ശേഷമാണ് പതാക ഉയർത്തിയത്. രാഹുൽ ഗാന്ധിയും വേദിയിലുണ്ടായിരുന്നു.
കോൺഗ്രസ് ഭരിക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങിൽ വന്ദേമാതരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോഴാണ് കോൺഗ്രസ് ആസ്ഥാനത്ത് തന്നെ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചത്. നേരത്തെ വന്ദേമാതരത്തെ അപമാനിച്ചാൽ കർശന ശിക്ഷ ഉറപ്പാക്കുന്ന ബില്ലിനെയും കോൺഗ്രസ് പാർലമെന്റിൽ എതിർത്തിരുന്നു. അതേസമയം പാർട്ടി ആസ്ഥാനത്ത് വന്ദേമാതരം പാടിയത് കോൺഗ്രസ് പ്രവർത്തകരല്ല എന്ന വിശദീകരണമാണ് നേതാക്കൾ നൽകിയത്. വന്ദേമാതരത്തെ ആരും തടസ്സപ്പെടുത്താൻ ശ്രമിച്ചില്ലെന്നും ജയറാം രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രതികരിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. UAEയുടെ എണ്ണക്കപ്പലിന് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണം. തുടർച്ചയായ രണ്ടാം ദിനമാണ് അഡ്നോ കപ്പൽ ഹോർമൂസ് കടലിടുക്കിൽ ആക്രമിക്കപ്പെടുന്നത്. അതേസമയം ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് കമ്പനി അറിയിച്ചു. സംഭവത്തെ UAE ശക്തമായി അപലപിച്ചു. ഹോർമൂസിലൂടെ കടന്നുപോയ 2 എണ്ണക്കപ്പലുകൾ വ്യാഴാഴ്ച ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് വെള്ളിയാഴ്ച വീണ്ടും ആക്രമണമുണ്ടായത്. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയെന്നും അഡ്നോക്ക് അറിയിച്ചു. ഓഗസ്റ്റ് 8-ന് ഹോർമൂസ് കടലിടുക്ക് കടക്കുന്നതിനിടെ അഡ്നോക്കിന്റെ മറ്റൊരു കപ്പലിന് നേരെയും മിസൈൽ ആക്രമണമുണ്ടായിരുന്നു. ഗതാഗതത്തിനുള്ള സ്വാതന്ത്ര്യവും സമുദ്ര സുരക്ഷ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യവും അഡ്നോക്ക് വ്യക്തമാക്കി. കപ്പലിനെ ലക്ഷ്യമിട്ട ഇറാന്റെ ആക്രമണം അംഗീകരിക്കാനാവാത്ത നടപടിയാണെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിടുന്നതും രാജ്യാന്തര സമുദ്രപാതകളിലെ ഗതാഗതം തടസ്സപ്പെടുത്തുന്നതും UN രക്ഷാസമിതി പ്രമേയത്തിന്റെ നഗ്നമായ ലംഘനമാണ് എന്ന് മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. പ്രകോപനമില്ലാത്ത ഇത്തരം ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കാനും എല്ലാ ശത്രുതാപരമായ നടപടികളും അവസാനിപ്പിക്കാനുമുള്ള പ്രതിബദ്ധത ഉറപ്പാക്കാനും ഇറാൻ തയ്യാറാകണമെന്നും UAE ആവശ്യപ്പെട്ടു. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും ഉപാധികളില്ലാതെ വീണ്ടും തുറക്കണമെന്നും മേഖലയുടെ സുരക്ഷയും ആഗോള സമ്പദ് വ്യവസ്ഥയുടെയും വ്യാപാരത്തിന്റെയും സ്ഥിരതയും ഉറപ്പാക്കാൻ ഇത് അനിവാര്യമാണെന്നും UAE പറഞ്ഞു. ഈജിപ്ത്, ജോർദാൻ, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളും ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് നേരെ ആവർത്തിച്ചുണ്ടാവുന്ന ആക്രമണങ്ങളെ അപലപിച്ചു. അമൃത ന്യൂസ്, അബുദാബി. മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടം കൂടുതൽ ശക്തമാക്കാൻ GCC രാജ്യങ്ങൾ. UAE ഉൾപ്പെടെ 6 GCC രാജ്യങ്ങളിലെയും മയക്കുമരുന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ GCC സ്റ്റാറ്റിസ്റ്റിക്കൽ സെന്റർ മാർഗനിർദ്ദേശം പുറത്തിറക്കി. 12 പ്രധാന സൂചികകളാണ് മാർഗനിർദ്ദേശത്തിലുള്ളത്. മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടം വിപുലീകരിക്കുകയാണ് GCC രാജ്യങ്ങൾ. 6 രാജ്യങ്ങളിലും മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പുരോഗതി ഒരേ രീതിയിൽ വിലയിരുത്താനുള്ള പുതിയ ഏകീകൃത മാർഗനിർദ്ദേശമാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ സെന്റർ പുറത്തിറക്കിയത്. രാജ്യങ്ങളിലെ മയക്കുമരുന്ന് പ്രതിരോധം, ചികിത്സ, സുരക്ഷാ നടപടികൾ, നിയമ നടപടികൾ തുടങ്ങിയ മേഖലകളിലെ പുരോഗതി ഇതിലൂടെ അളക്കാനാകും. GCC രാജ്യങ്ങളിലെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒരേ രീതിയിൽ ശേഖരിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഓരോ രാജ്യത്തെയും കണക്കുകൾ തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റും. മയക്കുമരുന്ന് ഉപയോഗം, ചികിത്സ, പ്രതിരോധം, പിടിച്ചെടുക്കൽ തുടങ്ങിയ നടപടികളുടെ ഫലം വിലയിരുത്തുക. എല്ലാ GCC രാജ്യങ്ങളെയും ഉൾപ്പെടുത്തി ഒരു സമഗ്ര ഡാറ്റാബേസ് രൂപീകരിക്കുക. മയക്കുമരുന്ന് കടത്തും ഉപയോഗവും തടയുന്നതിൽ രാജ്യങ്ങൾ തമ്മിലുള്ള വിവര കൈമാറ്റവും സഹകരണവും ശക്തിപ്പെടുത്തുക. വെറും നിയമ സുരക്ഷാ വിഷയമായി മാത്രം മയക്കുമരുന്നിനെ കാണാതെ പ്രതിരോധം, ബോധവൽക്കരണം, ചികിത്സ, പുനരധിവാസം, നിയമ നടപടി തുടങ്ങിയ വിവിധ മേഖലകളിലായി വിലയിരുത്താനാണ് ഈ സംവിധാനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അമൃത ന്യൂസ്, അബുദാബി. പൊതുജനങ്ങളുടെ ആരോഗ്യം ഉറപ്പാക്കാൻ മാതൃകാ നടപടികൾ തുടർന്ന് അബുദാബി. നഗരത്തിലെ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഇനി ആരോഗ്യകരമായ ഭക്ഷണ വിഭവങ്ങൾ നിർബന്ധമാകും. അബുദാബി സാംസ്കാരിക വിനോദസഞ്ചാര വകുപ്പാണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറക്കിയത്. ഈ വർഷം ഒക്ടോബർ മുതലാണ് നിയമം പ്രാബല്യത്തിൽ വരിക. ടൂറിസം ലൈസൻസ് ഉള്ള എല്ലാ ഹോട്ടലുകൾക്കും അവയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഭക്ഷണശാലകൾക്കും സ്വതന്ത്ര റെസ്റ്റോറന്റുകൾക്കും പുതിയ നിയമം ബാധകമാകും. മുതിർന്നവർക്കുള്ള ഭക്ഷണ മെനുവിലെ അപ്പറ്റൈസറുകൾ, സൈഡ് ഡിഷുകൾ, പ്രധാന വിഭവങ്ങൾ, ഡെസേർട്ടുകൾ തുടങ്ങി ഓരോ വിഭാഗത്തിലും കുറഞ്ഞത് ഒരു വിഭവമെങ്കിലും ആരോഗ്യകരമായ ഒന്നായിരിക്കണം. കുട്ടികൾക്കായിട്ടുള്ള മെനുവിലെ ആകെ വിഭവങ്ങളുടെ പകുതിയെങ്കിലും ആരോഗ്യകരമായ ഓപ്ഷനുകളാവണം. കൊഴുപ്പ്, പഞ്ചസാര, ഉപ്പ് എന്നിവ കുറഞ്ഞതും പോഷക ഗുണം കൂടിയതുമായ വിഭവങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അബുദാബി പബ്ലിക് ഹെൽത്ത് സെന്ററിന്റെ ലോഗോ വിഭവങ്ങൾക്ക് സമീപം വ്യക്തമായി പ്രദർശിപ്പിക്കണം. സൂപ്പർ മാർക്കറ്റുകളിൽ എത്തുന്നവരെ പെട്ടെന്ന് ആകർഷിക്കുന്ന സ്ഥലങ്ങളിൽ ജങ്ക് ഫുഡുകൾ പ്രദർശിപ്പിക്കരുത് എന്ന നിർദ്ദേശം അബുദാബി കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. അടുത്ത വർഷമാകും ഇത് നിലവിൽ വരിക. അമൃത ന്യൂസ്, അബുദാബി. പാസ്പോർട്ട് അപേക്ഷകളിൽ തീരുമാനമെടുക്കുന്നതിലെ കാലതാമസം ഏതാണ്ട് പൂർണ്ണമായി പരിഹരിച്ചതായി ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഡോക്ടർ MRD വിഷ്ണുവർദ്ധൻ റെഡ്ഡി. എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് ഇത് സാധിച്ചതെന്നും അപ്പോയിന്റ്മെന്റ് ലഭിക്കാനുള്ള കാലതാമസം ഉടൻ പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
with the incredible support of my team, we were able to overcome some of the obstacles that we face during the transition to a new service provider as far as the passport service delivery and other miscellaneous service delivery is concerned. It gives a great sense of satisfaction. We were able to achieve that commitment of reducing the pendency to almost nil for both Tatkal and normal applications. And the next focus and priority would be that the appointment cycle, the problems that we are facing with the appointments is also addressed. വസ്ത്രങ്ങൾ എന്ന വ്യാജേന യൂറോപ്യൻ രാജ്യത്തേക്ക് വൻതോതിൽ സിഗരറ്റ് കള്ളക്കടത്ത് നടത്താനുള്ള നീക്കം തകർത്ത് ദുബായ് കസ്റ്റംസ്. 7 കോടി സിഗരറ്റുകൾ വിമാനമാർഗം കടത്താനാണ് ശ്രമിച്ചത്. എയർ കാർഗോയിൽ വസ്ത്രങ്ങൾ എന്ന വ്യാജേന സിഗരറ്റ് കയറ്റുകയായിരുന്നു. കസ്റ്റംസ് നടത്തിയ പരിശോധനയിലൂടെയാണ് ഇവ സിഗരറ്റ് ആണെന്ന് കണ്ടെത്തിയത്. 3 എയർ കാർഗോ ടെർമിനലുകളിലായി 9 ഷിപ്മെന്റുകളിലായാണ് സിഗരറ്റ് പിടിച്ചെടുത്തത്. ഈ ഷിപ്മെന്റുകളെല്ലാം ഒരു വിലാസത്തിലുള്ള ഇറക്കുമതിക്കാരനാണെന്ന് കസ്റ്റംസ് കണ്ടെത്തി. റിസ്ക് ഇൻഡിക്കേറ്റർ വിശകലനത്തിലൂടെയും ഷിപ്മെന്റ് ഡാറ്റ അവലോകനത്തിലൂടെയുമാണ് ഇക്കാര്യം വ്യക്തമായത്. കുവൈറ്റിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഹോം കെയർ കമ്പനികൾക്കും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾക്കുമെതിരെ അംഗീകൃത റിക്രൂട്ടിംഗ് ഏജൻസി ഉടമകൾ അധികൃതർക്ക് പരാതി നൽകി. ഇന്ത്യൻ എംബസി, കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം, കുവൈറ്റ് കുറ്റാന്വേഷണ വിഭാഗം എന്നീ ഔദ്യോഗിക ഏജൻസികളിലാണ് ഇതുമായി ബന്ധപ്പെട്ട് രേഖാമൂലം പരാതി നൽകിയത്. പാവപ്പെട്ട തൊഴിലാളികളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന വൻ തട്ടിപ്പാണ് ഇത്തരം അനധികൃത ഏജൻസികൾ നടത്തിവരുന്നതെന്ന് പരാതിയിൽ സൂചിപ്പിക്കുന്നു. നിലവിലെ പ്രത്യേക സാഹചര്യത്തിൽ അനധികൃത ഏജൻസികൾ വഴി കുവൈറ്റിൽ എത്തുന്നതും അനധികൃതമായി ജോലികളിൽ ഏർപ്പെടുന്നതും സങ്കീർണമായ നിയമക്കുരുക്കുകളിലേക്ക് അകപ്പെടാൻ വഴിയൊരുക്കുന്നതും അംഗീകൃത ഏജൻസികൾ ഉദ്യോഗാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 46ാമത് കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര ഖുർആൻ മത്സരത്തിന് മക്കയിൽ തുടക്കമായി. ചരിത്രത്തിലാദ്യമായി വനിതകൾക്കായുള്ള മത്സരത്തിൽ 133 രാജ്യങ്ങളോട് ഏറ്റുമുട്ടി ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് കൊല്ലം സ്വദേശിനി ഹുസ്ന ഫാത്തിമയും എറണാകുളം സ്വദേശിനി ഉമ്മു കുൽസൂം PS-ഉമാണ്. 1 കോടി 2 ലക്ഷത്തിലധികം സൗദി റിയാലാണ് ആകെ സമ്മാനത്തുക. മക്കയിലെ ഹിൽട്ടൺ കൺവെൻഷൻ സെന്ററിൽ സെമി ഫൈനൽ പോരാട്ടങ്ങൾ പൂർത്തിയായതോടെ ഇനി ഫലപ്രഖ്യാപനത്തിനായുള്ള കാത്തിരിപ്പാണ്. 5 ഘടകങ്ങളിലായി നടക്കുന്ന മത്സരത്തിൽ 30 ജുസ് പൂർണ്ണമായി മനഃപ്പാടമാക്കിയ 4ാം വിഭാഗത്തിലാണ് കൊല്ലം കരോളിക്കോണം സ്വദേശിനി 12-കാരി ഹുസ്ന ഫാത്തിമ പങ്കെടുത്തത്. ദേശീയ മത്സരത്തിലും സെലക്ഷൻ റൗണ്ടുകളിലും അമതെത്തിയാണ് നജ്മുദ്ദീൻ മൗലവി സുമയ ദമ്പതികളുടെ മകളായ ഹുസ്ന മക്കയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. പെരുമ്പാവൂർ സ്വദേശിനി 21-കാരി ഉമ്മു കുൽസും കടുത്ത യോഗ്യതാ റൗണ്ടുകൾ പിന്നിട്ടാണ് മത്സരവേദിയിലെത്തിയത്. മഞ്ചേരി പേസ് സ്കൂളിൽ നിന്ന് ഹിഫ്ള് പൂർത്തിയാക്കി പാണക്കാട് ജാമിയ അൽ ഹിന്ദിൽ ഡിഗ്രി പഠനം നടത്തുന്ന ഉമ്മു കുൽസും ഷിയാസ് പാറേലി ഫാത്തിമ ദമ്പതികളുടെ മകളാണ്. ഉമ്മു കുൽസു ഹിഫ്ള് പഠിച്ചത് മഞ്ചേരിയിലുള്ള പേസ് റെസിഡൻഷ്യൽ സ്കൂൾ ഫോർ ഗേൾസ് എന്ന് പറയുന്ന വെട്ടേക്കോടുള്ള സ്ഥാപനത്തിലാണ്. ഇത്തവണ 132 വനിതകളും 202 പുരുഷന്മാരുമടക്കം 334 മത്സരാർത്ഥികളാണ് ആകെ മാറ്റുരച്ചത്. 1,02,60,000 സൗദി റിയാലാണ് ആകെ സമ്മാനത്തുക. 1ാം സ്ഥാനക്കാർക്ക് 5 ലക്ഷം റിയാൽ വരെ ലഭിക്കുന്ന മത്സരത്തിൽ പങ്കെടുത്ത ഓരോ വ്യക്തിക്കും 5,000 റിയാൽ വീതം ആനുകൂല്യം നൽകും. കൂടാതെ മത്സരാർത്ഥികൾക്കും കുടുംബത്തിനും ഉംറ ചെയ്യാനും മക്ക, മദീന ചരിത്ര കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുമുള്ള സൗകര്യവും സൗദി ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. മക്കയും മദീനയും അടക്കമുള്ള ചരിത്രപ്രധാനമായ എല്ലാ സ്ഥലങ്ങളിലും ഈ മത്സരാർത്ഥികളെയും അവരുടെ കൂടെയുള്ളവരെയും സന്ദർശനത്തിന് വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. വളരെ വിപുലമായ സജ്ജീകരണമാണ് ഗവൺമെന്റ് നടത്തിയിട്ടുള്ളത്. 46ാമത് കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര ഖുർആൻ മത്സര ഹാളിൽ നിന്ന് സുൽഫീഖ് റോദായ്, അമൃത ന്യൂസ്, മക്ക. അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിൽ എത്തിക്കാമെന്ന് വാഗ്ദാനം നൽകി സ്പോൺസർ 22,68,00,000 രൂപ സേവന നികുതി അടയ്ക്കാത്തതിൽ അന്വേഷണം. GST നിയോഗിച്ച പ്രത്യേക സംഘം തിങ്കളാഴ്ച അന്വേഷണം ആരംഭിക്കും. 2025 ജൂണിലാണ് ഇടപാടിൽ സേവന നികുതി അടച്ചില്ലെന്ന് നികുതി വിഭാഗം കണ്ടെത്തിയത്.
ഡെപ്യൂട്ടി കമ്മീഷണർ സി ബ്രിജേഷിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘമാണ് തിങ്കളാഴ്ച മുതൽ അന്വേഷണം ആരംഭിക്കുക. അർജന്റീന ഫുട്ബോൾ ടീമിനെയും ലയണൽ മെസ്സിയെയും കേരളത്തിലെത്തിക്കാൻ സ്പോൺസർ കമ്പനി നടത്തിയ 126 കോടിയുടെ വിദേശ വിനിമയ ഇടപാടിന് 22.68 കോടി സേവന നികുതി അടയ്ക്കാത്തതിലാണ് അന്വേഷണം. സേവന നികുതി അടച്ചില്ലെന്ന് നികുതി വിഭാഗം കണ്ടെത്തിയതിനെ തുടർന്ന് കാഞ്ഞങ്ങാട് ഓഫീസ് സ്പോൺസർക്ക് 5 തവണ നോട്ടീസ് നൽകിയിരുന്നു. ഓഗസ്റ്റിൽ സ്പോൺസർ കമ്പനി ഉടമകൾ ഹാജരായെങ്കിലും രേഖകൾ കൈമാറിയിരുന്നില്ല. വിഷയം കൈകാര്യം ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരുടെ മൊഴി ആദ്യം രേഖപ്പെടുത്തും. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് SIT രൂപീകരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അന്വേഷണത്തിലുണ്ടായ അനാസ്ഥകളെക്കുറിച്ച് പ്രത്യേകം പരിശോധിക്കുമെന്നും സർക്കാരിനുണ്ടായ സാമ്പത്തിക നഷ്ടം തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഓണത്തിന് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും 4500 രൂപ ബോണസ് അനുവദിച്ച സർക്കാർ. ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവ ബത്തയായി 3000 രൂപ ലഭിക്കും. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും 20,000 രൂപ അഡ്വാൻസും അനുവദിച്ചിട്ടുണ്ട്. KB ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി കൊട്ടാരക്കര NSS താലൂക്ക് യൂണിയൻ. NSSന്റെ അമരത്തിരുന്ന് ഗണേഷ് കുമാർ മറ്റൊരു മതത്തിൽ വിശ്വസിച്ചു. നാടിന്റെ സംസ്കാരം എന്തെന്ന് മനസ്സിലാക്കാതെ സദാചാര വിരുദ്ധവും സംസ്കാരശൂന്യവുമായി പ്രവർത്തിച്ചു. ചില കുലംകുത്തികളെ കൂട്ടുപിടിച്ച് സംഘടനയെ ഇല്ലാതാക്കാമെന്ന് ധരിക്കുന്നെങ്കിൽ ഗണേഷ് കുമാർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്നും കൊട്ടാരക്കര NSS യൂണിയൻ കുറ്റപ്പെടുത്തി. പൊതുയോഗത്തിലെ പ്രമേയത്തിലായിരുന്നു വിമർശനം. ഇന്തോനേഷ്യയിൽ വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.7 രേഖപ്പെടുത്തി. ഇതിന് പിന്നാലെ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. ഭൂചലനത്തിൽ 20-ലേറെ പേർ മരിച്ചതായും നിരവധി പേർക്ക് പരിക്കേറ്റതായൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കിഴക്കൻ ഇന്തോനേഷ്യയിലെ ഫ്ലോറസ് ദ്വീപിൽ ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ 3:30യോടെയാണ് ഭൂചലനമുണ്ടായത്. ആദ്യം 6.1 തീവ്രതയിലുള്ള ഭൂചലനവും പിന്നാലെ 7.7 രേഖപ്പെടുത്തിയ ശക്തമായ ചലനവുമുണ്ടായി. നിരവധി ശക്തിയേറിയ തുടർചലനങ്ങളും രേഖപ്പെടുത്തി. ഭൂചലനത്തിന് പിന്നാലെ കടൽ മീറ്ററുകളോളം പിൻവലിഞ്ഞു. നിരവധി കെട്ടിടങ്ങൾ തകർന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സമുദ്രത്തിനടിയിൽ 35 കിലോമീറ്റർ താഴെയാണ് പ്രഭവ കേന്ദ്രം. കടലിൽ 1/2 മീറ്റർ മുതൽ 3 മീറ്റർ വരെ ഉയരത്തിലുള്ള തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. നൂറുകണക്കിന് ആളുകളെ ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചു. ഭൂചലനത്തിൽ കെട്ടിടങ്ങൾ കുലുങ്ങുന്നതും ജനങ്ങൾ പരിഭ്രാന്തരാകുന്നതുമായ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഹോക്കി ലോകകപ്പിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം. പൂൾ ഡിയിലെ ആദ്യ മത്സരത്തിൽ വെയിൽസിനെ 3-1 തോൽപ്പിച്ചത്. ക്യാപ്റ്റൻ ഹർമൻപ്രീതിന്റെ ഇരട്ട ഗോളിന്റെയും സഞ്ജയുടെ ഒരു ഗോളിന്റെയും മികവിലാണ് ഇന്ത്യ ജയിച്ചത്. സാം വെൽഷാണ് വെയിൽസിനായി ആശ്വാസ ഗോൾ നേടിയത്. ഇതോടെ മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം. നമസ്കാരം.